നന്ദിയുണ്ട്. ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. കൊണ്ടോട്ടി താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്ന നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള കുറുപ്പത്തുള്ള കെട്ടിടത്തിന് ലക്ഷങ്ങളുടെ വാടക കുടിശ്ശികയെന്ന നഗരസഭ. വാടക നൽകുന്നില്ലെങ്കിൽ കെട്ടിടം ഒഴിയണമെന്ന് നഗരസഭാ യോഗത്തിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ KP ഫിറോസ് ആവശ്യപ്പെട്ടു. കൊണ്ടോട്ടി നഗരസഭക്കകത്ത് വരുമാന വർധനവുമായി ബന്ധപ്പെട്ട ഒരു അജണ്ട ഇന്ന് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ നഗരസഭയ്ക്ക് കിട്ടേണ്ട വരുമാന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ താലൂക്ക് ഓഫീസിന് വാടക കൊടുത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് അവിടെ റവന്യൂ കമ്മീഷണറെ കണ്ടിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് 2016 മുതൽ വാടകയ്ക്ക് കൊടുത്തതാണ് കൊണ്ടോട്ടി താലൂക്ക് ഓഫീസ്. എന്നാൽ ഈ അടുത്ത കാലത്താണ്, 2 വർഷം മുമ്പാണ് അതിൻ്റെ വാടക നിശ്ചയിച്ച പേപ്പേഴ്സ് കൊടുത്തത്. അതുവരെ അതിൻ്റെ പേപ്പറുകൾ, അതിൻ്റെ പ്രൊസീജിയറുകൾ ഒക്കെ കഴിഞ്ഞു. വാടക ഏകദേശം 32,600 രൂപയോളം വാടക നിശ്ചയിച്ചിട്ടുണ്ട്. ഇങ്ങനെ 9 വർഷത്തേക്ക് ഏകദേശം 30 ലക്ഷത്തിൽ പരം രൂപ നഗരസഭയ്ക്ക് കിട്ടണം. കഴിഞ്ഞ വർഷം നഗരസഭ അത് ഡിമാൻഡ് ചെയ്തു. ആ ഡിമാൻഡ് പ്രകാരം 2 വർഷത്തേക്ക് ഡിമാൻഡ് ചെയ്തു. 3 മാസത്തെ വാടക ലഭിക്കുകയും ചെയ്തു. നേരത്തെ നെടിയിരുപ്പ് പഞ്ചായത്ത് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണിത്. നെടിയിരുപ്പ് പഞ്ചായത്ത് കൊണ്ടോട്ടി നഗരസഭ ആയതോടെയാണ് ഓഫീസ് കാലിയായത്. കൊണ്ടോട്ടി 17-ൽ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനം പിന്നീട് കുറുപ്പത്തെ കെട്ടിടത്തിലേക്ക് മാറ്റുകയായിരുന്നു. 32,600 രൂപ മാസവാടക നിശ്ചയിച്ചതനുസരിച്ച് 3 മാസത്തെ വാടക മാത്രമാണ് ലഭിച്ചതെന്നും വർഷങ്ങളായി വാടക കുടിശ്ശികയാണെന്നും KP ഫിറോസ് പറഞ്ഞു. റവന്യൂ കമ്മീഷണറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അവർ 2-3-4 കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും കളക്ടറേറ്റിലേക്കും തഹസിൽദാർക്കും വിട്ടിരിക്കുകയാണ്. വാടക നിശ്ചയിച്ചതിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ 8 വർഷമായി എന്തുകൊണ്ട് വാടക വാങ്ങിയില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാടക തരാത്ത രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നഗരസഭക്കകത്ത് വികസന കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കിട്ടേണ്ട തുകയാണ്. ഈ പണം കൃത്യമായി ലഭിക്കുന്നില്ലെങ്കിൽ താലൂക്ക് ഓഫീസ് അടക്കം ഒഴിഞ്ഞു തരണം എന്നുള്ളൊരു കാര്യം ഇന്ന് ഞങ്ങളുടെ ഭരണസമിതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. വാടക നൽകുന്നില്ലെങ്കിൽ കെട്ടിടം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. നഗരസഭാ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ATM കൗണ്ടർ ആരംഭിച്ച കമ്പനി നഗരസഭയുടെ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ നടപടി സ്വീകരിക്കണമെന്നും കൗൺസിലർ PP റഹ്മത്തുള്ള ആവശ്യപ്പെട്ടു. എയർ 1 ന്യൂസ്, കൊണ്ടോട്ടി. സാധാരണക്കാരുടെ കുടുംബ വസ്ത്രാലയം ഷാദി സിൽക്സ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച കളക്ഷനും വിശാലമായ പാർക്കിംഗും. ഷാദി സിൽക്സ്, ബസ് സ്റ്റാൻഡിന് എതിർവശം, കൊണ്ടോട്ടി.